എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. രാവിലെയോ രാത്രിയോ കഴിക്കാൻ എന്തുമാകട്ടെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്കായും 2 ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇങ്ങനെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ എരിവിന് ആവശ്യമായി വരെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് വേഗം വെച്ചിരുന്ന കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മുട്ട ആവശ്യമുണ്ടോ അത്രത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് മുട്ട വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചട്ടവും കൂടി ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കി മുട്ട ഉടയ്ക്കേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റിയായ ഈ ഒരു കറി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.